ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2162. ഇന്ന് ഡിസംബർ മാസം 1-ാം തീയതി. ഈ ആണ്ടിലെ 335-ാമത്തെ ദിവസത്തിലെത്തി. ഭൂമി സൂര്യനെ 365 ദിവസങ്ങളെടുത്ത് വലം വെച്ചപ്പോൾ ഒരു വർഷമായി എന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ള ഒരു വർഷത്തിന്റെ ഒടുവിലത്തെ മാസത്തിന്റെ ആദ്യ ദിനമാണ് ഇന്ന്. ജീവിതം മുഴുവൻ ക്രിസ്തു എന്ന സൂര്യനെ ചുറ്റാൻ നമ്മളും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. യേശു അനുയായി എന്ന നിലയിൽ, അതെ, ഒരു ക്രിസ്തു അനുയായി എന്ന നിലയിൽ എന്റെ ജീവിതത്തില് ഇതിന് ഏറെ പ്രാധാന്യമുണ്ട്. വീണ്ടും ഒരു ഡിസംബർ മാസത്തിന്റെ ആരംഭമാണ്. ക്രിസ്തുമസിലേക്കാണ്, ക്രിസ്തുവിന്റെ തിരുജനനത്തിലേക്കുള്ള യാത്രയുടെ ഒരു തുടക്കം കൂടിയാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുക. ദൈവദൂതന്റെ അറിയിപ്പായിരുന്നു ഇത്. ദൈവം പറഞ്ഞയച്ച ദൂതൻ ആരോടാണ് ഇത് പറഞ്ഞത്? ഇടയന്മാരോടാണ്. വയലുകളിൽ ആടുകളെ രാത്രി കാത്തുനോക്കിക്കൊണ്ടിരുന്ന ഇടയന്മാരോട് ദൈവദൂതൻ ഉണ്ണിയേശുവിന്റെ തിരുജനനത്തെക്കുറിച്ച് സന്ദേശം അറിയിക്കുകയാണ്. ഉണ്ണിയേശുവിനെ കാണാൻ അതോടുകൂടി ആ ഇടയന്മാര് ഒരുങ്ങുകയാണ്, സ്വയം തയ്യാറെടുക്കുകയാണ്, ഇറങ്ങി പുറപ്പെടുകയാണ്. നമുക്കും വൈകിയ വേളയിൽ ഒന്ന് റെഡിയാവില്ല. പുൽക്കൂട് തേടിയുള്ള ഒരു പുറപ്പാട് നമ്മളിലും സംഭവിക്കണ്ടേ? അതിനുള്ള പരിശ്രമമാണ് ഇന്നു മുതൽ നമുക്ക് ആരംഭിക്കേണ്ടത്. ഇതിനിടയിൽ ഒന്ന് അവനവനിലേക്ക് നോക്കാം. എന്തുമാത്രം പോരായ്മകളുണ്ട്, എന്തുമാത്രം കുറവുകളുണ്ട്, വീഴ്ചകളും ഇടർച്ചകളുമുണ്ട്. അതോടെ ഓർക്കാം, വളരെ കാര്യഗൗരവത്തോടെ, അനുതാപത്തോടെ, നൊമ്പരത്തോടെ, അതിശയത്തോടെ. ഇത്രത്തോളം പോരായ്മകളും കുറവുകളും ഇടർച്ചകളും വീഴ്ചകളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ക്രിസ്തു സ്നേഹത്തെ, ഒരു യേശു അനുഭവത്തെ, കുഞ്ഞിനെ പോയി കാണാനാണ് ഇടയന്മാർക്ക് ഉടയവന്റെ ദൂത് കിട്ടിയില്ല. അതിനു മുമ്പ് ദൈവവും ദൂതനും എത്തിച്ചേർന്ന മറിയം എന്ന അമ്മയിടത്തെ ആദ്യമായി നമ്മൾ ഓർത്തേ മതിയാവും. ആ അമ്മയിടത്തെ ആദരവോടും ആഹ്ലാദത്തോടും കൂടി നമുക്ക് അമ്മയെ ഓർക്കാം. ഇന്ന് നമുക്കത് മംഗളവാർത്തയാണ്. അന്ന് മറിയമെന്ന ആ പെൺകുട്ടിക്ക് അതെന്തായിരുന്നു? അമ്മയോട് കൂട്ടുചേർന്ന് ആ കരം പിടിച്ച് അവിടെ തന്നെ നമ്മെ അർപ്പിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഇടയന്മാരോടൊത്ത് നമുക്കും എത്തിയേ മതിയാവും. അതെ, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ ഒരു ശിശു കിടപ്പുണ്ട്. ആമേൻ.